30ഓളം രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് സംരംഭകർക്ക് മാർഗദർശിയും വഴികാട്ടിയുമായിട്ടുള്ള ഒരാൾ. ഇപ്പോൾ ഗൈഡ് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്, പക്ഷെ അത് കൃത്യമായിട്ട് ഇന്ന ആൾക്കാർക്ക് ഇന്ന രീതിയിൽ ഇന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നുള്ളത് പറയാൻ ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. അങ്ങനെ ഒരു മാർഗദർശിയും വഴികാട്ടിയുമായിട്ടുള്ള ഒരാളാണ് ഗിന്നസ് റഷീദ്, അതുപോലെ ദ സൊല്യൂഷൻ മാസ്റ്റർ. അപ്പോൾ എത്രത്തോളം രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്, ഇപ്പോൾ പറഞ്ഞു അത് ഏതൊക്കെ രാജ്യങ്ങളായിരുന്നു, അതുപോലെ ഇത്രത്തോളം നമ്മൾ സംസാരിച്ചപ്പോൾ അല്ലെങ്കിൽ ഇത്രത്തോളം ലക്ഷക്കണക്കിന് സംരംഭകരുമായിട്ട് സംവദിച്ചപ്പം എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? രാജ്യങ്ങളിൽ പോയത് 30 രാജ്യങ്ങളാണ്. ഒരുപാട് എണ്ണി പറയാനുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ, GCC രാജ്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ആഫ്രിക്ക ഒരുപാട് സ്ഥലങ്ങളിൽ പോകും. എല്ലാ സ്ഥലങ്ങളും പോകുന്ന സമയങ്ങളിലൊക്കെ ഞാൻ സംവദിക്കുന്നത് മലയാളി കമ്മ്യൂണിറ്റി, ഞാൻ പ്രവാസികളായിട്ടുള്ള മലയാളി കമ്മ്യൂണിറ്റിയോടാണ് സംവദിക്കുക. കാരണം ഞാൻ മലയാളി കമ്മ്യൂണിറ്റിനെ എംപവറിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാർഗ് കമ്മ്യൂണിറ്റി 2015 ഫോർമേഷൻ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രാജ്യങ്ങളിലൊക്കെ പോകുന്നത്. അപ്പോൾ പോകുന്ന സമയത്തൊക്കെ ഉള്ള ഒരു പ്രധാനമായിട്ടുള്ള ഒരു വിഷയം കണ്ടിട്ടുള്ളത്, നമ്മുടെ നാട്ടിൽ മലയാളി കമ്മ്യൂണിറ്റിനെ വിളിച്ചിരുത്തിയിട്ട് ഇങ്ങനെ ഒരു ബിസിനസ് ട്രെയിനിങ്ങിനെ കുറിച്ചും ഈ പേഴ്സണൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് തുടക്കത്തിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചായിരുന്നു തുടക്കം മുതലൊക്കെ ഉണ്ടായിരുന്നത്. അതിൻ്റെ ആവശ്യം എന്താണ്, എന്തിനാണ് പേഴ്സണൽ ഡെവലപ്മെൻറ്റ്, എന്തിനാ ബിസിനസ് പഠിച്ചിട്ട് ചെയ്യാനാണോ, ചെയ്തിട്ട് പഠിക്കണമല്ലേ എന്നൊക്കെ കാഴ്ചപ്പാടുണ്ടായിരുന്നു. നമ്മൾ കണ്ടും കേട്ടും പഠിക്കാത്തത് കൊണ്ട് പഠിക്കാം എന്നുള്ളത് റിയാലിറ്റി തന്നെ. പക്ഷെ കൊണ്ട് പഠിക്കുന്നത് ഇപ്പോൾ ഒരു തിരക്കുള്ള റോട്ടിൽ ഒരാൾ ഡ്രൈവിംഗ് അറിയാത്ത ആൾ ഡ്രൈവ് ചെയ്യാൻ പോയിട്ട് പഠിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലാണോ? അല്ലല്ലോ, ഒരിക്കലും അല്ല. അതേപോലെ തന്നെ ബിസിനസ് വേൾഡ് എന്ന് പറയുന്നത് നമ്മൾ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ലോസുകൾ ഉണ്ടാവും. അപ്പോൾ കൊണ്ട് പഠിക്കണം എന്ന് പറയുന്ന ആൾക്ക് അത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ലേണിംഗ് ആയിട്ട് ഈ ഒരു രീതിയായിരുന്നു ആദ്യകാലത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ എവിടെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്തും അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടിട്ടുണ്ടായിരുന്നു നെഗറ്റീവായിട്ട്. പക്ഷെ പതിയെ ആളുകൾക്ക് അത് റിയലൈസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആളുകൾ പഠിച്ചിട്ട് തുടങ്ങണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് വരാൻ തുടങ്ങി. ആദ്യത്തെ കാലത്ത് 2015 നമ്മൾ ആദ്യമായിട്ട് ഈ സംരംഭമായിട്ട് ഇറങ്ങുമ്പോൾ മാർഗ് കമ്മ്യൂണിറ്റിയുമായി ഇറങ്ങിയിട്ട് മലപ്പുറത്താണ് ആദ്യം ഒരു മീറ്റിംഗ് വിളിക്കുന്നത്. 22 ആൾക്കാരെ നമ്മളൊരു ഹോട്ടലിലേക്ക് വിളിച്ചിട്ടാണ് ഈ ആശയം പറയുന്നത്. ആ സമയത്ത് ഞാൻ പ്രഖ്യാപിച്ചതാണ് 100,000 ആൾക്കാരുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പ്രതിജ്ഞ എടുക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് മലയാളി കമ്മ്യൂണിറ്റിയിൽ 100,000 ആൾക്കാരെ ലൈഫ് ഞാൻ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമെന്ന ഒരു തീരുമാനത്തിലാണ് ആദ്യത്തെ ക്ലാസ്. 22 പേരാണ് അതിൽ പങ്കെടുത്തത്. അവരോട് ഞാൻ ഈ ആശയം പറഞ്ഞു. അതോടൊപ്പം തന്നെ അവരോട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പേഴ്സണൽ ഡെവലപ്മെന്റ് ആവട്ടെ, പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ആവട്ടെ, ഇതിലൊക്കെ നമ്മൾ കാര്യമായിട്ട് പഠിക്കുവാണെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ നേടാൻ പറ്റും. അല്ലെങ്കിൽ ഒരു മനുഷ്യന് 50-60 വയസ്സ്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ 20 വയസ്സ് വരെ എഡ്യൂക്കേഷൻ ആണ് നമ്മളത്. 20-നും 30-ന്റെ ഇടയിൽ നമ്മൾ പലതും ചെയ്ത് ഫെയിലിയർ ആവുന്ന സിറ്റുവേഷൻ ഉണ്ടാവുക. ആഫ്റ്റർ 30 ആണ് എന്തെങ്കിലും ജീവിതത്തിന് എന്തെങ്കിലുമൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. 40 ആകുമ്പോഴേക്കും ഒരു ഏജിൻ്റെ ഒരാളുടെ മിഡിൽ ക്രൈസിസിലേക്ക് വന്നിട്ടുണ്ടാവും. അതിൻ്റെ ശേഷം പിന്നെ പല ബാധ്യതകളായിരിക്കും, പിന്നെ വലിയ റിസ്ക് ഒന്നും എടുക്കില്ല. അപ്പോൾ ഒരു ബിറ്റ്വീൻ 20-നും 30-ന്റെ ഇടയിൽ കൃത്യമായ ഡയറക്ഷൻ കിട്ടുവാണെങ്കിൽ അയാൾക്ക് വലിയ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുവാനും ആഫ്റ്റർ 30 അയാളുടെ ഏജിൻ്റെ 30 ആകുമ്പോഴേക്ക് അയാൾക്ക് ഒരു വലിയൊരു കമ്പനി ബിൽഡ് ചെയ്യാനും വലിയൊരു സക്സസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഡയറക്ഷൻ കിട്ടുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ ഒരുപാട് മിസ്റ്റേക്ക് ഒഴിവാക്കാൻ പറ്റും. സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ 60 വയസ്സ് വരെ ജീവിച്ച മിസ്റ്റേക്ക് ചെയ്യുന്നില്ലേറെ നല്ലത് 60 വയസ്സ് വരെ ജീവിച്ച ഒരാളിൽ നിന്ന് എക്സ്പീരിയൻസ് മനസ്സിലാക്കി അയാൾ ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്നുള്ളത് മനസ്സിലാക്കി ആ ഒരു മണിക്കൂർ കൊണ്ട് അത് ക്യാപ്ചർ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു മെൻറ്റർ എടുത്ത്, ഒരു ട്രെയിനർ എടുത്ത് ഒരു ക്ലാസ്സിൽ വന്നിരിക്കുന്ന സമയത്ത് ലൈഫിൽ നമ്മൾ ഒരുപാട് മിസ്റ്റേക്ക് ചെയ്തെന്ന് പഠിക്കുന്നത് ഒഴിവാക്കിയിട്ട് നമുക്ക് എന്താണോ ജീവിതത്തിൽ വേണ്ടത് എന്നുള്ളത് കൃത്യമായി മുൻകൂട്ടി അറിയാൻ കഴിയുമെന്നുള്ളതാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഒരു ട്രെയിനർ മെൻറ്റർ ഒരാളുടെ അൺനോൺ ആയിട്ടുള്ള ഏരിയയെ ഓപ്പൺ ചെയ്തു കൊടുക്കും. നമുക്ക് നമ്മളെ കുറിച്ച് അറിയുന്ന കുറേ കാര്യങ്ങളുണ്ട്, പക്ഷെ നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് വേറൊരാൾ പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ ലോകത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളിലും മെൻറ്റർഷിപ്പ് എടുക്കുന്ന ആൾക്കാരാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു വാഹനം മേടിക്കാൻ പോവുകയാണെങ്കിൽ, ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ, അതല്ല ഒരു വീട് കയറ്റുവാണെങ്കിൽ, എന്തൊരു രോഗം ഉണ്ടാവുക, എല്ലാത്തിനും നമ്മളൊരു കൺസൾട്ടിങ് ചെയ്യാറുണ്ട്. പക്ഷെ ലൈഫിനെ കുറിച്ച്, എൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അതല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അനലൈസ് ചെയ്യാനോ ചോദിക്കുവാനോ നമുക്ക് മടിയാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നമ്മളിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ ട്രെയിനിങ് പ്രോഗ്രാമിലൊക്കെ ചെന്ന സമയത്ത് ആദ്യം നേരിട്ട പ്രശ്നങ്ങളാണ് ഇതൊക്കെ. പക്ഷെ പതിയെ ഇപ്പോൾ ആളുകൾ അത് സ്വീകരിച്ചു തുടങ്ങി. ഇപ്പോൾ എവിടെ ട്രെയിനിങ് വെച്ച് കഴിഞ്ഞാലും ഒരുപാട് ആളുകൾ വരാറുണ്ട്. എല്ലാവരും ഇപ്പോൾ ഖത്തറിൽ പോയപ്പോൾ 6 ദിവസം ഖത്തറിലുണ്ടായിരുന്നു, 6 ദിവസം സൗദിയിലുണ്ടായിരുന്നു. എല്ലാ പ്രോഗ്രാം ഹൗസ്ഫുൾ ആയിരുന്നു. സാർ നേരത്തെ പറഞ്ഞതുപോലെ മടി ഉണ്ടാകും. ആരോട് ഇപ്പം എങ്ങനെ ചോദിക്കണം, അല്ലെങ്കിൽ ചോദിക്കേണ്ട കാര്യമുണ്ടോ, നേരത്തെ പറഞ്ഞ കണ്ടും കേട്ടും അല്ലെങ്കിൽ കൊണ്ടും പഠിക്കണം എന്ന് പറയുന്നതിന് പകരം കൊടുത്ത് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ എത്താൻ തീർച്ചയായിട്ടും ദ സൊല്യൂഷൻ മാസ്റ്ററിനെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. കാരണം എല്ലാ തരത്തിലുള്ള സൊല്യൂഷൻസും, ഒരു ബിസിനസ് പ്രോബ്ലംസിൻ്റെ അല്ലെങ്കിൽ കൺഫ്യൂഷൻസിൻ്റെ സൊല്യൂഷൻസ് നമുക്ക് കിട്ടാനായിട്ട് ദ സൊല്യൂഷൻ മാസ്റ്റർ നമ്മളെ സഹായിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ നമ്മൾ സംസാരിച്ചു. അപ്പം വളരെ ക്യൂരിയസ് ആയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഗിന്നസ് റെക്കോർഡിൻ്റെ കാര്യങ്ങൾ. കാരണം ഒരു ഗിന്നസ് റെക്കോർഡിൽ
എത്താൻ തന്നെ ഒരുപാട് ആളുകൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടാവും. അപ്പോൾ ഒന്നിലധികം ഗിന്നസ് റെക്കോർഡുകളിൽ എത്തുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്, ഇറ്റ്സ് എ ബിഗ് തിങ്, ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. സോ ഏതൊക്കെയാണ് ആ ഗിന്നസ് റെക്കോർഡുകൾ, എന്തിനൊക്കെയാണ് അത് ലഭിച്ചത്? ഗിന്നസ് റെക്കോർഡിലേക്ക് എത്തുന്നതിന് മുന്നേ ആയിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഗിന്നസ് എന്തുകൊണ്ട് നേടി എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ചെറുപ്പത്തിലെ എൻ്റെ ഒരു പ്രഭാഷണം സ്റ്റെക്കായി നിന്ന ആ ഒരു 7 വയസ്സിൽ ഞാൻ കയറിയ പീഠത്തിൽ കയറി എൻ്റെ മദറിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഞാൻ പ്രഭാഷണ കലയിൽ വലിയ ആളാവണം എന്നുള്ളത്. എൻ്റെ ഉള്ളിൽ അതിൻ്റെ പാഷനും അതിൻ്റെ ടാലൻറ്റും ഉണ്ട്, ഇൻബോൺ ടാലൻറ്റും ഉണ്ടായിരുന്നു എന്നുള്ളത് പിന്നെ റിയലൈസ് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ അതിനെ ഡെവലപ്പ് ചെയ്ത് മിനിക്കെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ കുറേ മുന്നോട്ട് പോയ സമയത്ത് നമ്മളൊരു ആസ് എ ട്രെയിനർ എന്നുള്ളതിലേക്ക് ഞാൻ പിന്നെ ചിന്തിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഒരു കാര്യം ആൾക്കാരോട് പറയുന്നത് എന്താണ്, വേൾഡ് ടോപ്പ് ഓഫ് ദി ഔട്ട് ടു ബിക്കം ബെസ്റ്റ് ഇൻ ദ വേൾഡ്. അതാണ് ഒരു പ്രൊഫഷണൽസിനോട് ബിസിനസ്സുകാരോടും പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു മേഖലയിൽ ആസ് എ ട്രെയിനർ എന്നുള്ള കൺസൾട്ടൻ്റ് എന്നുള്ളതിലേക്ക് എൻ്റെ ഇതിൽ എന്താണ് ടോപ്പ് ഓഫ് ദി വേൾഡ്, അത് സെർച്ച് ചെയ്ത സമയത്താണ് കണ്ടെത്താൻ പറ്റിയത്. ലോകത്തെ ഏറ്റവും കൂടുതൽ സമയം കണ്ടിന്യൂസ് ആയിട്ട് മെക്സിക്കോയിലുള്ള ഒരാളാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡാറ്റയെല്ലാം പരിശോധിച്ച് അതൊരു 10 വർഷം മുന്നെയാണ് പരിശോധിച്ചത്. അപ്പോൾ പരിശോധിച്ചപ്പോഴാണ് അങ്ങനെ ഒരു ആശയത്തിലേക്ക് ഞാൻ വന്നത്. ആ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു തീരുമാനം എടുത്തു, ഞാൻ ഈ റെക്കോർഡ് ബ്രേക്ക് ചെയ്യുമെന്നുള്ളത്. അപ്പോൾ എനിക്ക് റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടത് 73 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റേജിൽ നിന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. വിത്തൗട്ട് ഫുഡ്, വിത്തൗട്ട് സ്ലീപ്പ്, ഡേ ആൻഡ് നൈറ്റ് കണ്ടിന്യൂ സംസാരിക്കുക എന്നുള്ളതാണ്. ഒന്നും കഴിച്ചിട്ടില്ല, വെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ ആ 4 ഡേയും 3 നൈറ്റിലും. അപ്പൊ ഇങ്ങനത്തെ ഒരു അറ്റംപ്റ്റ് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് മരണം വരെ സംഭവിച്ചേക്കാം, അതുപോലെ സൗണ്ട് പോയേക്കാം, പലതും സംഭവിക്കും. അപ്പൊ അതിനുള്ള ഒരു ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിലെ ഏറ്റവും വലിയ ക്രിട്ടിക്കാലിറ്റി എന്ന് പറയുന്നത് 73 മണിക്കൂർ പറയാനുള്ളതും ബൈഹാർട്ടായത്. കാരണം അതിന് ഗിന്നസിന്റെ ഒരു വലിയൊരു ക്രൈറ്റീരിയ ആണത്. അത് കംപ്ലീറ്റ് ഞാൻ ബൈഹാർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ അത് ഓർഡറിൽ പറയും വേണം. 38 ഗസറ്റഡ് ഓഫീസർമാർ സൈൻ ചെയ്യണം ഈ ഓർഡറിലാണ് വന്നത് എന്നുള്ളത്. അപ്പൊ അതിനൊരു 16 പേജുള്ള വലിയൊരു ക്രൈറ്റീരിയ ഉണ്ട് ഗിന്നസിലേക്ക് അത് എത്തണമെന്ന്. കാരണം ഗിന്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ഇന്ന് വരെ ഒരാളും ചെയ്യാത്ത കാര്യമായിരിക്കണം, ഒരാൾ മാത്രം ചെയ്ത കാര്യം, അതിനാണ് ഗിന്നസ് കിട്ടുള്ളൂ. കാരണം ആ മേഖലയിൽ ഇപ്പൊ ഞാൻ നേടിയിരിക്കുന്നത് ലോങ്ങസ്റ്റ് ബിസിനസ് ലെസൺ ആണ്. ഇപ്പൊ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ലോങ്ങസ്റ്റ് ബിസിനസ്, ലോകത്ത് ഏറ്റവും കൂടുതൽ സമയം സംസാരിച്ച്, ഇപ്പൊ ലോങ്ങസ്റ്റ് ബിൽഡിംഗ്, ഹയസ്റ്റ് ബിൽഡിംഗ് ഒക്കെ അടിക്കുന്ന പോലെ തന്നെ ലോങ്ങസ്റ്റ് ബിസിനസ് ലെസൺ. അതിൽ 73.15 എന്നെ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ 9 വർഷക്കാലം പ്രാക്ടീസ് ചെയ്യും. 1 വർഷക്കാലം ഒരു കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ 73.15 എന്ന് പറയുമ്പോൾ അതിന് മുന്നേ 70 അങ്ങനെ അതിന്റെ മുന്നേ ഓരോരുത്തരും ഇങ്ങനെ അച്ചീവ് ചെയ്ത് വന്നതാണ്, ചെയ്തിട്ട് വന്നത്. അപ്പൊ ഈ 73 ആണ് ഇപ്പോഴത്തെ റെക്കോർഡ്. 73.15 അതെന്റെ പേരിലാണുള്ളത്, ഒരു മലയാളിയുടെ പേരിലാണുള്ളത്. പക്ഷെ അതിലേക്ക് എത്താൻ വേണ്ടി ഈ 9 വർഷക്കാലം എന്റെ പ്രാക്ടീസ് സൗണ്ടിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇത് മുടങ്ങാൻ പാടില്ല. അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ്, പിന്നെയുള്ള നമ്മുടെ ഏറ്റവും വലിയ ചലഞ്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, ഉറക്ക്. നമുക്ക് ഒരു ദിവസം ഉറങ്ങിയിൽ പിറ്റേ ദിവസം നമുക്ക് മെമ്മറി ലോസ് ആവും, അതോടൊപ്പം തന്നെ നമുക്ക് എനർജി ലോസ് ആവും. അപ്പൊ ആ എനർജി പോവാതെ, മെമ്മറി പോവാതെ, റീകോൾ വാല്യൂയോട് കൂടെ ആ സ്റ്റേജിൽ നിൽക്കാനുള്ള കപ്പാസിറ്റി അത് വളരെ ക്രിട്ടിക്കൽ ആയിരുന്നു. അപ്പൊ അതിന്റെ സീക്രട്ട് എന്ന് പറയുന്നത്, ഞാൻ ഓരോ ദിവസം ഉറക്ക് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നു. ഉറക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സസൈസ്, അതിനുള്ള ഒരുപാട് എക്സസൈസുകളുണ്ട്. ഫുഡ് ഹാബിറ്റ്സ് കംപ്ലീറ്റ് മാറ്റി. നമ്മൾ കഴിക്കുന്ന ഒരു ഫുഡും കഴിച്ചിട്ടില്ല, അതിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ്, അതിന് വേണ്ടിയുള്ള ട്രെയിനേഴ്സ് ഉണ്ട്, മെന്റേഴ്സ് ഉണ്ടായിരുന്നു, അതിന് ന്യൂട്രീഷ്യൻസ് ഉണ്ടായിരുന്നു, ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു, ഫിസിഷ്യൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 5ഓളം ആളുകൾ എന്നെ ട്രെയിൻ ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. അങ്ങനെ എൻ്റെ ബോഡി, എൻ്റെ ശരീരം ഉറങ്ങാതെ എനർജറ്റിക് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഒക്ടോബർ 17, 2021 ഞാൻ എൻ്റെ ബോഡീനെ അങ്ങനെ ട്രാൻസ്ഫോർമേഷൻ ചെയ്തു എന്നുള്ളതാണ്. അത് ഉറങ്ങാത്തൊരു വ്യക്തിയായിട്ട് എനിക്ക് എത്ര ദിവസം വേണമെങ്കിലും സംസാരിക്കാൻ പറ്റും എനർജറ്റിക്. അങ്ങനെ ആക്കിയതിന് ശേഷമാണ് ഞാൻ അറ്റംപ്റ്റ് നടത്തുന്നത്. ലീഡ് കോളേജ് പാലക്കാട് വെച്ചിട്ടാണ് അറ്റംപ്റ്റ് നടത്തിയത്. അറ്റംപ്റ്റ് നടത്തി വളരെ സക്സസ്ഫുൾ ആയി. ആദ്യത്തെ അറ്റംപ്റ്റിൽ കുറെ മോക്ക് ഡ്രില്ലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അറ്റംപ്റ്റ് നടത്തി വളരെ സക്സസ്ഫുൾ ആയിട്ട് വിജയിച്ചു. അത് കഴിഞ്ഞിട്ട് പിറ്റത്തെ മാസം നവംബറിലാണ് ദുബായിൽ വെച്ചിട്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡിന്റെ സർട്ടിഫിക്കറ്റ്സ് റിസീവ് ചെയ്യുന്നത്. ഇപ്പോഴും ഞാൻ തന്നെ നടന്നത് ആക്ച്വലി കോമ്പറ്റീഷൻ നടന്നത് ലീഡ് കോളേജിൽ പാലക്കാട് വെച്ചിട്ടായിരുന്നു. പക്ഷേ ഇത് റിസീവ് ചെയ്യുന്നത് ദുബായിൽ വെച്ചിട്ട്. അത് കോവിഡ് കാലമായതുകൊണ്ട് 2021 അല്ലേ, കോവിഡ് കാലമായതുകൊണ്ട് ഇവിടുന്ന് ആ ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റാതായി. അപ്പോൾ അവർ വരില്ല എന്നുള്ളത് കൊണ്ട് ദുബായിൽ വെച്ചിട്ടാണ് ഫംഗ്ഷൻ. ഗിന്നസിന്റെ അതോറിറ്റി ഒക്കെ വന്ന് അവിടെ നിന്ന് വെച്ചിട്ടാണ് അത് റിസീവ് ചെയ്തത്. വലിയൊരു ചടങ്ങായിരുന്നു ദുബായിൽ. ഫസ്റ്റ് ഗിന്നസ് റെക്കോർഡ് അപ്പോഴാണ് ലഭിക്കുന്നത്, അതാ കിട്ടുന്നത്.